ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉപ്പുമാങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ മാങ്ങയുടെ സീസൺ ഇല്ലാത്തപ്പോൾ നമുക്കിത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപ്പുമാങ്ങ റെഡിയാക്കി നമുക്ക് മാങ്ങയുടെ സീസണിൽ റെഡിയാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനോടെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉപ്പിലിട്ട മാങ്ങ കൊണ്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ മാങ്ങ ഉപ്പിലിടുന്നത് പെർഫെക്റ്റായിട്ട് പൂപ്പൽ പിടിക്കാതെ എങ്ങനെയാണ് ഉപ്പിലിടുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം, ലിങ്ക് കൊടുക്കാം. ഇനി ഈ മാങ്ങ എടുത്ത് നമുക്ക് നന്നായിട്ട് നമുക്കിഷ്ടമുള്ള അച്ചാർ ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ ഇന്ന് ഒരു അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് ഈ ഉപ്പിലിട്ട മാങ്ങ ചെറിയ പീസുകളായി മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 5 മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ മാങ്ങ അരിയുമ്പോൾ നമ്മുടെ കൈ ഒന്ന് ഈർപ്പമൊന്നും ഇല്ലാതിരിക്കണം. കൈ നല്ലപോലെ തുടച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം മാങ്ങയിലൊക്കെ മാങ്ങ കട്ട് ചെയ്യണം. കാരണം പച്ചവെള്ളത്തിൻ്റെ അംശമൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഉലുവ ഒന്ന് വറുത്തെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്തെടുക്കാം. ഉലുവ പൊട്ടുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് കടുക് കൂടെ, ഒരു 2 ടീസ്പൂൺ കടുക് കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കാം. നമുക്ക് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പിലയുടെ ഈർപ്പം നന്നായിട്ട് മാറണം. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു.
എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ നേരത്തെ നമുക്ക് ഉപ്പിലിട്ട് വെച്ചിരുന്ന വെള്ളം ധാരാളം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തു. അത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് പൊടിച്ചെടുത്ത ഉലുവയും കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മാങ്ങ ഇരിക്കും തോറും ഇതിൻ്റെ ടെക്സ്ചർ മാറി മാറി വരും. നല്ല ടേസ്റ്റിയായി മാറും. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. കാരണം നമ്മളിത് ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്. മാങ്ങയിൽ നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.